Hi everyone. In this video, we will discuss about principal curvature of the surface SM. We will get Z equal to 1 by 2 into kappa 1 x square plus kappa 2 y square, where kappa 1 and kappa 2 are principal curvature of the surface. നമ്മൾ ഇനി ഒരു 4 കേസുകൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഇക്വേഷൻ വെച്ചിട്ട് 4 കേസുകൾ. ആദ്യത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാപ്പ 1ഉം കാപ്പ 2ഉം ആർ ബോത്ത് ഗ്രേറ്റർ ദാൻ 0 ഓർ ബോത്ത് ലെസ് ദാൻ 0. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെഡ് ഈക്വൽ ടു 1 by 2 ഇൻറ്റു കാപ്പ 1 എക്സ് സ്ക്വയർ പ്ലസ് കാപ്പ 2 വൈ സ്ക്വയർ ആണ്. കാപ്പ 1ഉം കാപ്പ 2ഉം ഒന്നിങ്ങനെ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, അല്ലെങ്കിൽ ലെസ് ദാൻ 0 ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ പറയുന്നത് എലിപ്റ്റിക് പാരാബോളിഡ് ആയിരിക്കും. ആ പി ക്ലോഷറിനെ എലിപ്റ്റിക് പോയിന്റ് ഓഫ് ദി സർഫസ് എന്ന് വിളിക്കുന്നു. ആദ്യത്തെ കേസ് കാപ്പ 1ഉം കാപ്പ 2ഉം ഒന്നിങ്ങനെ ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ രണ്ടും ലെസ് ദാൻ 0. അങ്ങനത്തെ കേസുകളിൽ ഈ ഇക്വേഷനെ വിളിക്കുന്നത് എലിപ്റ്റിക് പാരാബോളിഡ് ആണ്. പി ക്ലോഷറിനെ എലിപ്റ്റിക് പോയിന്റ് ഓഫ് ദി സർഫസ് എന്ന് വിളിക്കുന്നു. അടുത്ത കേസ് കാപ്പ 1ഉം കാപ്പ 2 ആർ ഓഫ് ഓപ്പോസിറ്റ് സൈൻ. ബോത്ത് നോൺ സീറോ ആയിരിക്കും. കാപ്പ 1ൻ്റെയും കാപ്പ 2ൻ്റെയും സൈന് ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനത്തെ കേസുകളിൽ നമ്മൾ ഈ ഇക്വേഷന് വിളിക്കുന്നത് ഹൈപ്പർബോളിക് പാരാബോളിഡ് ആണ്. പി ക്ലോഷറിനെ ഹൈപ്പർബോളിക് പോയിന്റ് ഓഫ് ദി സർഫസ് എന്ന് വിളിക്കുന്നു. ആദ്യത്തെ കേസിൽ കാപ്പ 1 കാപ്പ 2 ആർ ബോത്ത് ഗ്രേറ്റർ ദാൻ 0 ഓർ ബോത്ത് ലെസ് ദാൻ 0. അങ്ങനത്തെ കേസുകളിൽ ആ ഇക്വേഷനെ എലിപ്റ്റിക് പാരാബോളിഡ് എന്ന് വിളിക്കുന്നു. പി ക്ലോഷറിനെ എലിപ്റ്റിക് പോയിന്റ് ഓഫ് ദി സർഫസ് എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ കേസ് കാപ്പ 1ഉം കാപ്പ 2ഉം രണ്ടെണ്ണത്തിൻ്റെ സൈൻ ഓപ്പോസിറ്റ് ആണ്. അത് രണ്ടും നോൺ സീറോ ആണ്. അങ്ങനത്തെ കേസുകളിൽ ഈ ഇക്വേഷനെ വിളിക്കുന്നത് ഹൈപ്പർബോളിക് പാരാബോളിഡ് ആണ്. ആ പി ക്ലോഷറിനെ ഹൈപ്പർബോളിക് പോയിന്റ് ഓഫ് ദി സർഫസ് എന്ന് വിളിക്കുന്നു. അടുത്ത കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാപ്പ 1ഉം കാപ്പ 2ഉം ഏതെങ്കിലും ഒരെണ്ണം നോൺ സീറോ ആയിരിക്കും, മറ്റേത് സീറോ ആയിരിക്കും. അതായത് വൺ ഓഫ് K1 ആൻഡ് K2 ആസ് 0, ദ അതർ ഈസ് നോൺ സീറോ. അങ്ങനത്തെ കേസുകളിൽ ഈ ഇക്വേഷന് വിളിക്കുന്നത് പാരാബോളിക് സിലിണ്ടർ എന്നാണ്. പി ക്ലോഷറിനെ പാരാബോളിക് പോയിന്റ് ഓഫ് ദി സർഫസ് എന്ന് വിളിക്കുന്നു. ഇനി അടുത്തത് കാപ്പ 1ഉം കാപ്പ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും സീറോ ആണെങ്കിൽ അങ്ങനത്തെ ഇക്വേഷനെ പ്ലെയിൻ എന്ന് വിളിക്കുന്നു. പി ക്ലോഷറിനെ പ്ലാനർ പോയിന്റ് ഓഫ് ദി സർഫസ് എന്ന് വിളിക്കുന്നു. അപ്പം 4 കേസാണ് പറഞ്ഞത്. ആദ്യത്തെ കേസ് കാപ്പ 1ഉം കാപ്പ 2ഉം ആർ ബോത്ത് ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ ബോത്ത് ലെസ് ദാൻ 0. അങ്ങനത്തെ കേസുകളിൽ ആ ഇക്വേഷനെ എലിപ്റ്റിക് പാരാബോളിഡ് എന്ന് വിളിക്കുന്നു. പി ക്ലോഷറിനെ എലിപ്റ്റിക് പോയിന്റ് ഓഫ് ദി സർഫസ് എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ കേസ് കാപ്പ 1ഉം കാപ്പ 2ഉം രണ്ടെണ്ണത്തിൻ്റെ സൈൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇക്വേഷനെ ഹൈപ്പർബോളിക് പാരാബോളിഡ് എന്ന് വിളിക്കുന്നു. മൂന്നാമത്തെ കേസ് വൺ ഓഫ് K1 ആൻഡ് K2 ആർ 0, അതർ ഈസ് നോൺ സീറോ. അങ്ങനത്തെ കേസുകളിൽ ഇക്വേഷനെ പാരാബോളിക് സിലിണ്ടർ എന്ന് വിളിക്കുന്നു. നാലാമത്തെ കേസ് ബോത്ത് K1 ആൻഡ് K2 ആർ 0. അങ്ങനത്തെ കേസുകളിൽ ഇക്വേഷനെ പ്ലെയിൻ എന്ന് വിളിക്കുന്നു. അടുത്തത് എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾ 8.2.10. ഓൺ എക്സ് സ്ക്വയർ കാപ്പ 1 ഈക്വൽ ടു കാപ്പ 2 ഈക്വൽ ടു 1, അല്ലെങ്കിൽ കാപ്പ 1 ഈക്വൽ ടു കാപ്പ 2 ഈക്വൽ ടു -1. അങ്ങനത്തെ കേസുകളിൽ ഓൾ ദി പോയിൻറ്റ്സ് ഓൺ എക്സ് സ്ക്വയർ എന്തായിരിക്കും? എലിപ്റ്റിക് ആയിരിക്കും. അപ്പോൾ ഒരു സർഫസ്, അതായത് ഓൺ എക്സ് സ്ക്വയറിൽ കാപ്പ 1 കാപ്പ 2 ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ -1 ആണെങ്കിൽ ഓൾ പോയിൻറ്റ്സ് ഓൺ എക്സ് സ്ക്വയർ എന്തായിരിക്കും? എലിപ്റ്റിക് ആയിരിക്കും. അടുത്തത് ഒരു സർക്കുലർ സിലിണ്ടറിൽ കാപ്പ 1 ഈക്വൽ ടു +or-1ഉം കാപ്പ 2 ഈക്വൽ ടു 0 ആണെങ്കിൽ എവരി പോയിന്റ് എന്തായിരിക്കും? പാരാബോളിക് ആയിരിക്കും. ഇനി ഒരു പ്ലെയിനിൽ കാപ്പ 1ഉം കാപ്പ 2 0 ആണെങ്കിൽ എല്ലാ പോയിന്റ്സും എന്തായിരിക്കും? പ്ലാനർ ആയിരിക്കും. അപ്പോൾ എക്സ് സ്ക്വയറിൽ കാപ്പ 1 കാപ്പ 2
ബോത്ത് 1 അല്ലെങ്കിൽ ബോത്ത് -1 ആണെങ്കിൽ ഓൾ പോയിന്റ്സ് ഓൺ എക്സ് സ്ക്വയർ എന്തായിരിക്കും? എലിപ്റ്റിക് ആയിരിക്കും. ഒരു സർക്കുലർ സിലിണ്ടറിൽ കാപ്പ1 എന്ന് പറയുന്നത് +or-1ഉം കാപ്പ2 എന്ന് പറയുന്നത് 0 ആണെങ്കിൽ എവരി പോയിന്റ് എന്തായിരിക്കും? പാരാബോളിക് ആയിരിക്കും. ഇനി ഒരു പ്ലെയിനിൽ കാപ്പ1ഉം കാപ്പ2 ബോത്ത് ആർ 0 ആണെങ്കിൽ ഓൾ പോയിന്റ്സ് എന്തായിരിക്കും? പ്ലാനാർ ആയിരിക്കും. അടുത്തത് എക്സാമ്പിൾ 8.2.11 ഇങ്ങനെയാണ്. ഫൈൻഡ് ദി പ്രിൻസിപ്പൽ കർവേച്ചർ ഓഫ് ദി ടോർസ് സിഗ്മ ഓഫ് തീറ്റ ഫൈ ഈക്വൽ ടു എ പ്ലസ് ബി കോസ് തീറ്റ കോസ് ഫൈ, എ പ്ലസ് ബി കോസ് തീറ്റ സൈൻ ഫൈ, ബി സൈൻ തീറ്റ. ഓൾസോ ഫൈൻഡ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോംസ്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോംസ് കണ്ടുപിടിക്കണം, പ്രിൻസിപ്പൽ കർവേച്ചർ ഓഫ് ദി ടോർസും കണ്ടുപിടിക്കണം. സൊല്യൂഷനിലേക്ക് അടുക്കാം. നമ്മുടെ സിഗ്മ ഓഫ് തീറ്റ ഫൈ എന്താണ്? എ പ്ലസ് ബി കോസ് തീറ്റ കോസ് ഫൈ, എ പ്ലസ് ബി കോസ് തീറ്റ സൈൻ ഫൈ, ബി സൈൻ തീറ്റ. ഇതാണ് നമ്മുടെ ടോർസ്. നമുക്ക് പ്രിൻസിപ്പൽ കർവേച്ചർ കണ്ടുപിടിക്കണം, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോംസും കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോംസ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോം എന്താണ്? ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോം എന്ന് പറയുന്നത് ഇ ഇൻറ്റു ഡി തീറ്റ സ്ക്വയർ പ്ലസ് 2f ഡി തീറ്റ ഡി ഫൈ പ്ലസ് ജി ഡി ഫൈ സ്ക്വയർ. നമ്മുടെ ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ ഡി തീറ്റ സ്ക്വയർ പ്ലസ് 2f ഡി തീറ്റ ഡി ഫൈ പ്ലസ് ജി ഇൻറ്റു ഡി ഫൈ സ്ക്വയർ. ഇ ഈക്വൽ ടു നോം സിഗ്മ തീറ്റ സ്ക്വയർ, എഫ് ഈക്വൽ ടു സിഗ്മ തീറ്റ ഡോട്ട് സിഗ്മ ഫൈ, ജി ഈക്വൽ ടു നോം സിഗ്മ ഫൈ സ്ക്വയർ. നമുക്ക് സിഗ്മ തീറ്റയും സിഗ്മ ഫൈ കണ്ടുപിടിച്ചിട്ട് ഇയും എഫും ജിയും കണ്ടുപിടിക്കാം. എന്നിട്ട് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ സിഗ്മ ഓഫ് തീറ്റ ഫൈ എന്താണ്? എ പ്ലസ് ബി കോസ് തീറ്റ കോസ് ഫൈ, എ പ്ലസ് ബി കോസ് തീറ്റ സൈൻ ഫൈ, ബി സൈൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ സിഗ്മ തീറ്റ എന്തായിരിക്കും? സിഗ്മ തീറ്റ ഈക്വൽ ടു മൈനസ് ബി സൈൻ തീറ്റ കോസ് ഫൈ മൈനസ് ബി സൈൻ തീറ്റ സൈൻ ഫൈ, ബി കോസ് തീറ്റ എന്ന് കിട്ടും. സിഗ്മ ഫൈ എന്ന് പറയുന്നത് എന്ത് കിട്ടും? മൈനസ് എ പ്ലസ് ബി കോസ് തീറ്റ സൈൻ ഫൈ, എ പ്ലസ് ബി കോസ് തീറ്റ കോസ് ഫൈ, 0 എന്ന് കിട്ടും. അതായത് നമ്മുടെ ഫംഗ്ഷൻ തീറ്റയുടെയും ഫൈയുടെയും ടേമിലാണ്. അപ്പോൾ സിഗ്മ തീറ്റ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഫൈ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ സിഗ്മ തീറ്റ ഈക്വൽ ടു എന്തെന്ന് കിട്ടും? മൈനസ് ബി സൈൻ തീറ്റ കോസ് ഫൈ മൈനസ് ബി സൈൻ തീറ്റ സൈൻ ഫൈ, ബി കോസ് തീറ്റ എന്ന് കിട്ടും. സിഗ്മ ഫൈ എന്ന് പറയുന്നത് മൈനസ് എ പ്ലസ് ബി കോസ് തീറ്റ സൈൻ ഫൈ, എ പ്ലസ് ബി കോസ് തീറ്റ കോസ് ഫൈ, 0 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇയും എഫും ജിയും ഒക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അടുത്തത് ഇ ഈക്വൽ ടു എന്താണ്? ഇ ഈക്വൽ ടു നോം സിഗ്മ തീറ്റ സ്ക്വയർ ആണ്. അപ്പോൾ സിഗ്മ തീറ്റ എന്ന് പറയുന്നത് മൈനസ് ബി സൈൻ തീറ്റ കോസ് ഫൈ മൈനസ് ബി സൈൻ തീറ്റ സൈൻ ഫൈ, ബി കോസ് തീറ്റയാണ്. അപ്പോൾ നോം സിഗ്മ തീറ്റ സ്ക്വയർ എന്താണ്? നോം സിഗ്മ തീറ്റ സ്ക്വയർ എന്ന് പറയുന്നത് ഈക്വൽ ടു ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ ഫൈ പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ ഫൈ പ്ലസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. മൂന്നെണ്ണത്തിനും ബി സ്ക്വയർ പുറത്തേക്ക് എടുക്കുക. ബി സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ ഫൈ പ്ലസ് ബി പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ഫസ്റ്റ് ടേമിൽ നിന്നും സെക്കൻഡ് ടേമിൽ നിന്നും സൈൻ സ്ക്വയർ തീറ്റ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഈക്വൽ ടു എന്ത് കിട്ടും? ബി സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ എന്താണ്? 1 ആണ്. അപ്പോൾ ഈക്വൽ ടു ബി സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താണ്? 1 ആണ്. അപ്പോൾ ഇ ഈക്വൽ ടു ബി സ്ക്വയർ എന്ന് കിട്ടി. ഇനി എഫ് ആണ്. എഫ് എന്ന് പറയുന്നത് സിഗ്മ തീറ്റ ഡോട്ട് സിഗ്മ ഫൈ ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും?
ബി സൈൻ തീറ്റ കോസ് ഫൈ ഇൻറ്റു എ പ്ലസ് ബി കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് ബി സൈൻ തീറ്റ സൈൻ ഫൈ ഇൻറ്റു എ പ്ലസ് ബി കോസ് തീറ്റ ഇൻറ്റു കോസ് ഫൈ പ്ലസ് 0 കിട്ടും. ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എഫ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ കോസ് ഫൈ പ്ലസ് ബി സ്ക്വയർ സൈൻ തീറ്റ കോസ് ഫൈ കോസ് തീറ്റ സൈൻ ഫൈ മൈനസ് എ ബി സൈൻ തീറ്റ സൈൻ ഫൈ പ്ലസ് അല്ല മൈനസ് ബി സ്ക്വയർ സൈൻ തീറ്റ സൈൻ ഫൈ കോസ് തീറ്റ കോസ് ഫൈ കിട്ടും. അതെല്ലാം ടേമും ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ എഫ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അടുത്തത് ജി കണ്ടുപിടിക്കണം. ജി ഈക്വൽ ടു നോം സിഗ്മ ഫൈ സ്ക്വയർ ആണ്. സിഗ്മ ഫൈ ഈക്വൽ ടു മൈനസ് എ പ്ലസ് ബി കോസ് തീറ്റ സൈൻ ഫൈ എ പ്ലസ് ബി കോസ് തീറ്റ കോസ് ഫൈ 0 ആണ്. അങ്ങനെ ആകുമ്പോൾ നോം സിഗ്മ ഫൈ സ്ക്വയർ എന്താണ്? എ പ്ലസ് ബി കോസ് തീറ്റ സൈൻ ഫൈ ഓൾ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി കോസ് തീറ്റ കോസ് ഫൈ ഓൾ സ്ക്വയർ എന്ന് കിട്ടും. ഈക്വൽ ടു എ പ്ലസ് ബി കോസ് തീറ്റ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ പ്ലസ് എ പ്ലസ് ബി കോസ് തീറ്റ സ്ക്വയർ കോസ് സ്ക്വയർ 5 എന്ന് കിട്ടും. രണ്ടെണ്ണത്തിനും എ പ്ലസ് ബി കോസ് തീറ്റ ഓൾ സ്ക്വയർ പുറത്തേക്ക് എടുക്കുമ്പോൾ എ പ്ലസ് ബി കോസ് തീറ്റ ഓൾ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ 5 പ്ലസ് കോസ് സ്ക്വയർ 5 എന്ന് കിട്ടും. സൈൻ സ്ക്വയർ 5 പ്ലസ് കോസ് സ്ക്വയർ 5 എന്താണ്? 1 ആണ്. അപ്പോൾ ജി ഈക്വൽ ടു എ പ്ലസ് ബി കോസ് തീറ്റ ഓൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇയും എഫും ജിയും കണ്ടുപിടിച്ചു. ഇ ഈക്വൽ ടു ബി സ്ക്വയർ എന്ന് കിട്ടി, എഫ് ഈക്വൽ ടു 0 കിട്ടി, ജി ഈക്വൽ ടു എ പ്ലസ് ബി കോസ് തീറ്റ ഓൾ സ്ക്വയർ എന്ന് കിട്ടി. ഇത് മൂന്നും നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ എന്താണ്? ഇ ഇൻറ്റു ഡി തീറ്റ സ്ക്വയർ പ്ലസ് 2എഫ് ഡി തീറ്റ ഡി ഫൈ പ്ലസ് ജി ഇൻറ്റു ഡി ഫൈ സ്ക്വയർ. എഫ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോം നമുക്ക് എന്ത് കിട്ടും? ബി സ്ക്വയർ ഡി തീറ്റ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി കോസ് തീറ്റ ഓൾ സ്ക്വയർ ഡി തീറ്റ സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം കണ്ടുപിടിക്കണം, പ്രിൻസിപ്പൽ കർവേച്ചറും കണ്ടുപിടിക്കണം. ഇപ്പോൾ ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോം നമുക്ക് എന്ത് കിട്ടി? ബി സ്ക്വയർ ഡി തീറ്റ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി കോസ് തീറ്റ ഓൾ സ്ക്വയർ ഇൻറ്റു ഡി തീറ്റ സ്ക്വയർ എന്ന് കിട്ടി. അടുത്തത് സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം നമുക്ക് കണ്ടുപിടിക്കണം. സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോമിൻ്റെ ഇക്വേഷൻ എന്താണ്? എൽ ഇൻറ്റു ഡി തീറ്റ സ്ക്വയർ പ്ലസ് 2m ഡി തീറ്റ ഡി ഫൈ പ്ലസ് എൻ ഇൻറ്റു ഡി ഫൈ സ്ക്വയർ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം എന്ന് പറയുന്നത്. എൽ ഈക്വൽ ടു എന്താണ്? എൽ ഈക്വൽ ടു സിഗ്മ തീറ്റ തീറ്റ ഡോട്ട് എന്നും എം ഈക്വൽ ടു സിഗ്മ തീറ്റ ഫൈ ഡോട്ട് എന്നും ക്യാപിറ്റൽ എൻ ഈക്വൽ ടു സിഗ്മ ഫൈ ഡോട്ട് സ്ക്രിപ്റ്റ് എന്നും ആയിരിക്കും. അതാണ് നമ്മുടെ ഇക്വേഷൻസ്. അതായത് നമ്മുടെ സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം എന്ന് പറയുന്നത് എൽ ഇൻറ്റു ഡി തീറ്റ സ്ക്വയർ പ്ലസ് 2m ഡി തീറ്റ ഡി ഫൈ പ്ലസ് എൻ ഡി ഫൈ സ്ക്വയർ ആണ്. എൽ ഈക്വൽ ടു സിഗ്മ തീറ്റ തീറ്റ ഡോട്ട് സ്ക്രിപ്റ്റ് എന്നും ക്യാപിറ്റൽ എം ഈക്വൽ ടു സിഗ്മ തീറ്റ ഫൈ ഡോട്ട് സ്ക്രിപ്റ്റ് എന്നും ക്യാപിറ്റൽ എൻ ഈക്വൽ ടു സിഗ്മ ഫൈ ഡോട്ട് സ്ക്രിപ്റ്റ് എൻ ആയിരിക്കും. ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം കിട്ടും. ഇനി നമ്മൾ സ്ക്രിപ്റ്റ് എൻ എന്താണ്? സ്ക്രിപ്റ്റ് എൻ എന്ന് പറയുന്നത് സിഗ്മ തീറ്റ ക്രോസ് സിഗ്മ ഫൈ ഡിവൈഡ് ബൈ നോം സിഗ്മ തീറ്റ ക്രോസ് സിഗ്മ ഫൈ ആണ് സ്ക്രിപ്റ്റ് എൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സിഗ്മ തീറ്റ ക്രോസ് സിഗ്മ ഫൈ കണ്ടുപിടിക്കാം. അപ്പോൾ സിഗ്മ തീറ്റ ക്രോസ് സിഗ്മ ഫൈ ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് ഐ ജെ കെ മൈനസ് ബി സൈൻ തീറ്റ കോസ് തീറ്റ മൈനസ് ബി സൈൻ തീറ്റ സൈൻ ഫൈ ബി കോസ് തീറ്റ മൈനസ് എ പ്ലസ് ബി കോസ് തീറ്റ സൈൻ ഫൈ എ പ്ലസ് ബി കോസ് തീറ്റ കോസ് ഫൈ 0. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ തീറ്റ ക്രോസ് സിഗ്മ ഫൈ ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് എ പ്ലസ് ബി കോസ് തീറ്റ ബി കോസ് തീറ്റ കോസ് ഫൈ മൈനസ് എ പ്ലസ് ബി കോസ് തീറ്റ ബി കോസ് തീറ്റ സൈൻ ഫൈ കോമ മൈനസ് എ പ്ലസ് ബി കോസ് തീറ്റ ബി സൈൻ തീറ്റ എന്ന് കിട്ടും. സിഗ്മ തീറ്റ ക്രോസ് സിഗ്മ ഫൈ എന്ന് പറയുന്നത്. ഇനി നോം സിഗ്മ തീറ്റ ക്രോസ് സിഗ്മ ഫൈ സ്ക്വയർ കണ്ടുപിടിക്കാം. അപ്പം നോം സിഗ്മ തീറ്റ ക്രോസ് സിഗ്മ ഫൈ സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് എ പ്ലസ് ബി കോസ് തീറ്റ ബി കോസ് തീറ്റ
cos phi whole square plus minus a plus b cos theta sin phi whole square plus minus a plus b cos theta b sin theta whole square. ഇതിനെ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? നോം സിഗ്മ തീറ്റ ക്രോസ് സിഗ്മ ഫൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി കോസ് തീറ്റ ഹോൾ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നോം സിഗ്മ തീറ്റ ക്രോസ് സിഗ്മ ഫൈ സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി കോസ് തീറ്റ സ്ക്വയർ ബി സ്ക്വയർ എന്ന് കിട്ടി. ഇനി നോം സിഗ്മ തീറ്റ ക്രോസ് സിഗ്മ ഫൈ എന്താകും? നോം സിഗ്മ തീറ്റ ക്രോസ് സിഗ്മ ഫൈ ഈക്വൽ ടു എ പ്ലസ് ബി കോസ് തീറ്റ ഇൻറ്റു ബി എന്ന് കിട്ടും. നമ്മുടെ സ്ക്രിപ്റ്റ് എന്താണ്? സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് സിഗ്മ തീറ്റ ക്രോസ് സിഗ്മ ഫൈ ഡിവൈഡ് ബൈ നോം സിഗ്മ തീറ്റ ക്രോസ് സിഗ്മ ഫൈ ആണ്. ഇത് രണ്ടും നമുക്ക് കിട്ടി. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് n ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് കോസ് തീറ്റ കോസ് ഫൈ കോമ മൈനസ് കോസ് തീറ്റ സൈൻ ഫൈ കോമ മൈനസ് സൈൻ തീറ്റ എന്ന് കിട്ടി. അപ്പോൾ സ്ക്രിപ്റ്റ് n നമുക്ക് കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ ക്യാപിറ്റൽ എല്ലും ക്യാപിറ്റൽ എമ്മും ക്യാപിറ്റൽ എന്നും കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത് സിഗ്മ തീറ്റ തീറ്റ ഡോട്ട് സ്ക്രിപ്റ്റ് എന്നും ക്യാപിറ്റൽ എം ഈക്വൽ ടു സിഗ്മ തീറ്റ ഫൈ ഡോട്ട് സ്ക്രിപ്റ്റ് എന്നും ക്യാപിറ്റൽ എൻ ഈക്വൽ ടു സിഗ്മ ഫൈ ഡോട്ട് സ്ക്രിപ്റ്റ് എൻ ആണ്. അപ്പം നമുക്ക് ഇനി അടുത്തത് സിഗ്മ തീറ്റ തീറ്റയും സിഗ്മ തീറ്റ ഫൈയും സിഗ്മ ഫൈ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിനി സിഗ്മ തീറ്റ തീറ്റയും സിഗ്മ തീറ്റ ഫൈയും സിഗ്മ ഫൈ നമുക്ക് കണ്ടുപിടിക്കണം. സിഗ്മ തീറ്റ എന്താണ്? സിഗ്മ തീറ്റ ഈക്വൽ ടു മൈനസ് ബി സൈൻ തീറ്റ കോസ് ഫൈ മൈനസ് ബി സൈൻ തീറ്റ സൈൻ ഫൈ ബി കോസ് തീറ്റയാണ്. അതിനൊന്നും കൂടി തീറ്റ വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സിഗ്മ തീറ്റ തീറ്റ ഈക്വൽ ടു മൈനസ് ബി കോസ് തീറ്റ കോസ് ഫൈ മൈനസ് ബി കോസ് തീറ്റ സൈൻ ഫൈ മൈനസ് ബി സൈൻ തീറ്റ എന്ന് കിട്ടും. അതാണ് സിഗ്മ തീറ്റ തീറ്റ എന്ന് പറയുന്നത്. ഇനി സിഗ്മ ഫൈ എന്താണ്? സിഗ്മ ഫൈ ഈക്വൽ ടു മൈനസ് എ പ്ലസ് ബി കോസ് തീറ്റ സൈൻ ഫൈ കോമ എ പ്ലസ് ബി കോസ് തീറ്റ കോസ് ഫൈ കോമ 0 ആണ്. അതിന് ഫൈ വെച്ചിട്ട് ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സിഗ്മ ഫൈ ഈക്വൽ ടു മൈനസ് എ പ്ലസ് ബി കോസ് തീറ്റ ഇൻറ്റു കോസ് ഫൈ കോമ എ പ്ലസ് ബി കോസ് തീറ്റ ഇൻറ്റു മൈനസ് സൈൻ ഫൈ കോമ 0 എന്ന് കിട്ടും. അതായത് സിഗ്മ ഫൈ എന്ന് പറയുന്നത് മൈനസ് എ പ്ലസ് ബി കോസ് തീറ്റ സൈൻ ഫൈ കോമ എ പ്ലസ് ബി കോസ് തീറ്റ കോസ് ഫൈ കോമ 0 ആണ്. അതിന് ഫൈ വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് എ പ്ലസ് ബി കോസ് തീറ്റ സൈൻ ഫൈ കോമ മൈനസ് എ പ്ലസ് ബി കോസ് തീറ്റ ഇൻറ്റു സൈൻ ഫൈ കോമ 0 എന്ന് കിട്ടും. ഇനി സിഗ്മ തീറ്റ ഫൈ കണ്ടുപിടിക്കണം. അതായത് സിഗ്മ തീറ്റേനെ ഫൈ വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ തീറ്റ ഫൈ ഈക്വൽ ടു ബി സൈൻ തീറ്റ സൈൻ ഫൈ കോമ മൈനസ് ബി സൈൻ തീറ്റ കോസ് ഫൈ കോമ 0 എന്ന് കിട്ടും. അതാണ് സിഗ്മ തീറ്റ ഫൈ എന്ന് പറയുന്നത്. അപ്പോൾ സിഗ്മ തീറ്റ തീറ്റ ഈക്വൽ ടു മൈനസ് ബി കോസ് തീറ്റ കോസ് ഫൈ കോമ മൈനസ് ബി കോസ് തീറ്റ സൈൻ ഫൈ കോമ മൈനസ് ബി സൈൻ തീറ്റയും സിഗ്മ തീറ്റ ഫൈ എന്ന് പറയുന്നത് ബി സൈൻ തീറ്റ സൈൻ ഫൈ കോമ മൈനസ് ബി സൈൻ തീറ്റ കോസ് ഫൈ കോമ 0യും സിഗ്മ ഫൈ എന്ന് പറയുന്നത് മൈനസ് എ പ്ലസ് ബി കോസ് തീറ്റ കോസ് ഫൈ കോമ മൈനസ് എ പ്ലസ് ബി കോസ് തീറ്റ സൈൻ ഫൈ കോമ 0 എന്ന് കിട്ടി. ഇനി നമുക്ക് ക്യാപിറ്റൽ എല്ലും ക്യാപിറ്റൽ എമ്മും ക്യാപിറ്റൽ എന്നും കണ്ടുപിടിക്കാം. ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത് സിഗ്മ തീറ്റ തീറ്റ ഡോട്ട് എൻ ആണ്. സിഗ്മ തീറ്റ തീറ്റ എന്ന് പറയുന്നത് മൈനസ് ബി കോസ് തീറ്റ കോസ് ഫൈ മൈനസ് ബി കോസ് തീറ്റ സൈൻ ഫൈ മൈനസ് ബി സൈൻ തീറ്റയാണ്. സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് മൈനസ് കോസ് തീറ്റ കോസ് ഫൈ കോമ മൈനസ് കോസ് തീറ്റ സൈൻ ഫൈ കോമ മൈനസ് സൈൻ തീറ്റയാണ്. ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ക്യാപിറ്റൽ ഈക്വൽ ടു ബി കോസ് സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ ഫൈ പ്ലസ് ബി കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ ഫൈ പ്ലസ് ബി സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടൈമിൽ നിന്ന് ബി കോസ് സ്ക്വയർ തീറ്റ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബി കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ എന്ന് കിട്ടും. കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ എന്താണ്? 1 ആണ്. അപ്പോൾ ഈക്വൽ ടു ബി കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ബി സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടി. അതിൽ നിന്ന് ബി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബി ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടി. അപ്പോൾ അത് 1 ആണ്. അപ്പോൾ ക്യാപിറ്റൽ എൽ ഈക്വൽ ടു ബി എന്ന് കിട്ടി. അടുത്തത് ക്യാപിറ്റൽ എം കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ എം ഈക്വൽ ടു സിഗ്മ തീറ്റ ഫൈ ഡോട്ട് എൻ ആണ്. സിഗ്മ തീറ്റ ഫൈ എന്ന് പറയുന്നത് ബി സൈൻ തീറ്റ
സൈൻ ഫൈ മൈനസ് ബി സൈൻ തീറ്റ കോസ് ഫൈ കോമ 0 ആണ്. സ്ക്രിപ്റ്റ് തന്നെ ആയിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് ബി സൈൻ തീറ്റ സൈൻ ഫൈ കോസ് തീറ്റ കോസ് ഫൈ പ്ലസ് ബി സൈൻ തീറ്റ കോസ് ഫൈ കോസ് തീറ്റ സൈൻ ഫൈ പ്ലസ് 0 എന്ന് കിട്ടും. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേം എന്താണ്? സെയിം ആണ്. അതായത് മൈനസ് ബി സൈൻ തീറ്റ സൈൻ ഫൈ കോസ് തീറ്റ കോസ് ഫൈ പ്ലസ് ബി സൈൻ തീറ്റ സൈൻ ഫൈ കോസ് തീറ്റ കോസ് ഫൈ ആണ്. അപ്പോൾ ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ ക്യാപിറ്റൽ എം ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി അടുത്തത് ക്യാപിറ്റൽ എൻ ഈക്വൽ ടു സിഗ്മ ഫൈ ഡോട്ട് സ്ക്രിപ്റ്റ് എൻ ആണ്. ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ പ്ലസ് ബി കോസ് തീറ്റ കോസ് ഫൈ കോസ് സ്ക്വയർ തീറ്റ അല്ല സിഗ്മ ഫൈ എന്ന് പറയുന്നത് മൈനസ് എ പ്ലസ് ബി കോസ് തീറ്റ കോസ് ഫൈ കോമ മൈനസ് എ പ്ലസ് ബി കോസ് തീറ്റ സൈൻ ഫൈ കോമ 0 ആണ്. സ്ക്രിപ്റ്റ് എന്നുമായിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ പ്ലസ് ബി കോസ് തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ ഫൈ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് എ പ്ലസ് ബി കോസ് തീറ്റ ഇൻറ്റു സൈൻ സ്ക്വയർ ഫൈ കോസ് തീറ്റ പ്ലസ് 0 എന്ന് കിട്ടും. അതിൽ നിന്ന് എ പ്ലസ് ബി കോസ് തീറ്റ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അതായത് നമുക്കിപ്പോൾ എന്ത് കിട്ടി? ക്യാപിറ്റൽ എൻ ഈക്വൽ ടു എ പ്ലസ് ബി കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ കോസ് സ്ക്വയർ ഫൈ പ്ലസ് എ പ്ലസ് ബി കോസ് തീറ്റ ഇൻറ്റു സൈൻ സ്ക്വയർ ഫൈ ഇൻറ്റു കോസ് തീറ്റ എന്ന് കിട്ടി. രണ്ടെണ്ണത്തിലും എ പ്ലസ് ബി കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ കോമൺ ആണ്. അതിന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എ പ്ലസ് ബി കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ, ബാക്കി ടേം എന്താണ്? കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ എന്ന് കിട്ടും. കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ എന്താണ്? 1 ആണ്. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ എൻ ഈക്വൽ ടു എ പ്ലസ് ബി കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് കിട്ടി. അപ്പോൾ ക്യാപിറ്റൽ എൽ ഈക്വൽ ടു ബി എന്ന് കിട്ടി. ക്യാപിറ്റൽ എം ഈക്വൽ ടു 0 കിട്ടി. ക്യാപിറ്റൽ എൻ ഈക്വൽ ടു എ പ്ലസ് ബി കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് കിട്ടി. നമ്മുടെ സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം എന്താണ്? എൽ ഇൻറ്റു ഡി തീറ്റ സ്ക്വയർ പ്ലസ് 2m ഡി തീറ്റ ഡി ഫൈ പ്ലസ് എൻ ഇൻറ്റു ഡി ഫൈ സ്ക്വയർ ആണ്. എല്ലും എമ്മും എന്നൊക്കെ നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം ഈസ് ബി ഡി തീറ്റ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഡി ഫൈ സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോം എന്ന് പറയുന്നത് ബി സ്ക്വയർ ഡി തീറ്റ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി കോസ് തീറ്റ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി തീറ്റ സ്ക്വയർ എന്ന് കിട്ടി. സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം എന്ന് പറയുന്നത് ബി ഇൻറ്റു ഡി തീറ്റ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഡി ഫൈ സ്ക്വയർ എന്ന് കിട്ടി. ഇനി അടുത്തത് പ്രിൻസിപ്പൽ കർവേച്ചർ കണ്ടുപിടിക്കണം. പ്രിൻസിപ്പൽ കർവേച്ചറിൻ്റെ ഇക്വേഷൻ എന്താണ്? ഡിറ്റർമിനൻ്റ് ഓഫ് എൽ മൈനസ് കെ ഇ എം മൈനസ് കെ ഇ സെക്കൻഡ് റോ എം മൈനസ് കെ എഫ് എൻ മൈനസ് കെ ജി. നമ്മൾ എല്ലും ഇയും എമ്മും എന്നും എഫും ജിയും ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എൽ എന്ന് പറയുന്നത് എന്താണ്? ബി ആണ്. ഇ എന്ന് പറയുന്നത് എന്താണ്? ഇ എന്ന് പറയുന്നത് ബി സ്ക്വയർ ആണ്. എം എന്ന് പറയുന്നത് 0 ആണ്. ജി എന്ന് പറയുന്നത് എന്താണ്? ജി എന്ന് പറയുന്നത് എ പ്ലസ് ബി കോസ് തീറ്റ ഹോൾ സ്ക്വയർ ആണ്. എഫ് എന്ന് പറയുന്നത് 0 ആണ്. ഇനി എൻ എന്താണ്? എൻ എന്ന് പറയുന്നത് എ പ്ലസ് ബി കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ ആണ്. അതൊക്കെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡിറ്റർമിനൻ്റ് ഓഫ് ബി മൈനസ് കെ ബി സ്ക്വയർ കോമ 0 മൈനസ് കെ ബി സ്ക്വയർ. സെക്കൻഡ് റോയിൽ 0 എ പ്ലസ് ബി കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ മൈനസ് കെ ഇൻറ്റു എ പ്ലസ് ബി കോസ് തീറ്റ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാം. ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടും? ബി മൈനസ് കെ ബി സ്ക്വയർ ഇൻറ്റു എ പ്ലസ് ബി കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ മൈനസ് കെ ഇൻറ്റു എ പ്ലസ് ബി കോസ് തീറ്റ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടും.
അതിൽ സെക്കൻഡ് ടേമില്ലേ എ പ്ലസ് ബി കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ മൈനസ് കെ ഇൻറ്റു എ പ്ലസ് ബി കോസ് തീറ്റ ഹോൾ സ്ക്വയർ. അതിൽ നിന്ന് എ പ്ലസ് ബി കോസ് തീറ്റ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? ബി മൈനസ് കെ ബി സ്ക്വയർ ഇൻറ്റു എ പ്ലസ് ബി കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ മൈനസ് കെ ഇൻറ്റു എ പ്ലസ് ബി കോസ് തീറ്റ ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതായത് ഒന്നിങ്ങനെ ബി മൈനസ് കെ ബി സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടും, അല്ലെങ്കിൽ കോസ് തീറ്റ മൈനസ് കെ ഇൻറ്റു എ പ്ലസ് ബി കോസ് തീറ്റ ഈക്വൽ ടു 0 എന്ന് കിട്ടും. നമുക്ക് പ്രിൻസിപ്പൽ കർവേച്ചർ ആണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് കാപ്പ 1 ആൻഡ് കാപ്പ 2. അതായത് ഇവിടെ കെയുടെ സ്ഥാനത്ത് കാപ്പയായിട്ട് കിടക്കുന്നത്, എൽ മൈനസ് കാപ്പ ഇ, എം മൈനസ് കാപ്പ ഇ, എം മൈനസ് കാപ്പ എഫ്, എൻ മൈനസ് കാപ്പ ജി ആണ്. നമുക്ക് കാപ്പ 1ഉം കാപ്പ 2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് പ്രിൻസിപ്പൽ കർവേച്ചർ ആണ് എന്ത്? കാപ്പ 1ഉം കാപ്പ 2 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം എന്ത് കിട്ടി? ഒന്നെങ്കിൽ ബി മൈനസ് കെ ബി സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടി, അല്ലെങ്കിൽ കോസ് തീറ്റ മൈനസ് കെ ഇൻറ്റു കാപ്പ ഇൻറ്റു എ പ്ലസ് ബി കോസ് തീറ്റ ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ ആദ്യത്തേന്ന് ബി മൈനസ് കാപ്പ ബി സ്ക്വയർ ഈക്വൽ ടു 0 അല്ലേ, അതിന്ന് മൈനസ് കാപ്പ ഈക്വൽ ടു മൈനസ് ബി ഡിവൈഡ് ബൈ ബി സ്ക്വയർ എന്ന് കിട്ടി. രണ്ടാമത്തേന്ന് മൈനസ് കാപ്പ ഈക്വൽ ടു മൈനസ് കോസ് തീറ്റ ഡിവൈഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ എന്ന് കിട്ടി. അപ്പോൾ മൈനസ് കാപ്പ ഈക്വൽ ടു മൈനസ് ബി ഡിവൈഡ് ബൈ ബി സ്ക്വയറും ഓർ മൈനസ് കാപ്പ ഈക്വൽ ടു മൈനസ് കോസ് തീറ്റ ഡിവൈഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ എന്നും കിട്ടും. അതായത് മൈനസ് കാപ്പ ഈക്വൽ ടു മൈനസ് ബി ഡിവൈഡ് ബൈ ബി സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ കാപ്പ ഈക്വൽ ടു എന്തെന്ന് കിട്ടും? ബി ഡിവൈഡ് ബൈ ബി സ്ക്വയർ ആണ്. അത് ബി ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ കാപ്പ ഈക്വൽ ടു 1/b എന്ന് കിട്ടും. രണ്ടാമത്തേൽ മൈനസ് കാപ്പ ഈക്വൽ ടു മൈനസ് കോസ് തീറ്റ ഡിവൈഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റയാണ്. അപ്പോൾ കാപ്പ ഈക്വൽ ടു കോസ് തീറ്റ ഡിവൈഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ എന്ന് കിട്ടി. അപ്പോൾ പ്രിൻസിപ്പൽ കർവേച്ചർ കാപ്പ 1 ആൻഡ് കാപ്പ 2 എന്തെന്ന് കിട്ടി? കാപ്പ 1 ഈക്വൽ ടു 1/b എന്ന് കിട്ടി. കാപ്പ 2 ഈക്വൽ ടു കോസ് തീറ്റ ഡിവൈഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ എന്ന് കിട്ടി. താങ്ക് യു.